അപ്പോൾ വ്യത്യസ്ത പാചക വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന സംസാരം ചാനൽ ഇന്നൊരു പുതിയ വെറൈറ്റിയായി എത്തിയിരിക്കുകയാണ്. പുതിയ വെറൈറ്റി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്കാണ് ഇത് വെറൈറ്റി അല്ലേ ചാച്ചാ? പഴയ തലമുറയ്ക്ക് ഇത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാനീയം തന്നെയായിരുന്നു. എന്നാ ചാച്ച ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കുന്ന മാങ്ങ ഇടിച്ചു പിഴിഞ്ഞ വെള്ളം. മാങ്ങ ഇടിച്ചു പിഴിഞ്ഞ വെള്ളം. മാങ്ങാ വെള്ളം മറ്റേ മാങ്ങാ വെള്ളമായിട്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്ന മാങ്ങ വെള്ളമാണ്. മറ്റേ സാധാരണ ഉപയോഗിക്കുന്നതല്ല, അസാധാരണമായിട്ട് കഴിക്കുന്നത്. അതെന്നാ സാധനം? അത് ലഹരി ഉള്ളതാണ്. ലഹരി ഉള്ളതാണ്. നമ്മുടെ പേര് ചാരായം എന്ന് പറയും. കപ്പിലാവ് പിടിച്ച് വായിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. പണ്ടി മലബാറിലൊക്കെ ഇഷ്ടം പോലെ കപ്പിലാങ്ങ ചാരായം. കപ്പിലാങ്ങ ചാരായം ഇവിടേക്ക് ഒരുപാട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എവിടേക്കൊന്നും അങ്ങനെ നമുക്കങ്ങനെ ആ കാലത്തൊന്നും അതിന് പരിചയമില്ല. ഇന്നൊക്കെയാണ് അന്വേഷിച്ചിട്ട് അന്ന് അതിനെ പറ്റി പരിചയം. അന്ന് ജീവിക്കണമെന്നൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. മുന്നോട്ട് എങ്ങനെയും ജീവിക്കണം മാത്രം. ഈ പുഴ ചാച്ചിന് ചിര പഠിച്ചതല്ലേ? അതെ. എങ്ങനെയാ ഈ പുഴയായിട്ടുള്ളൊരു ബന്ധം? ഈ പുഴയായിട്ട് ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഈ പുഴയിൽ നിന്ന് ഇഷ്ടം പോലെ മീൻ പിടിക്കുക. നഞ്ചിട്ടും തോട്ടയിട്ടും പുഴയിലെ വെള്ളമില്ലാതെ മഴക്കാലമായ തോട്ടയിടും. നീ മരത്തിലൊക്കെ കയറിയിരിക്കും പണ്ട്. എന്നിട്ട് എന്തെങ്കിലും തീറ്റ ഇടും. അപ്പൊ ഇതിനാ മീൻ അടുത്ത് പോകും. തോട്ട കത്തിരും. അങ്ങനെ പിടിക്കും. അങ്ങനെ തോട്ടയിട്ട് പിടിക്കും. ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട് ചാച്ചാ? ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെ മീനാ ഉള്ളത്? കൂരള്, കച്ചി, കുറുവ, കല്ലേമുട്ടി, ഇങ്ങനെ പലതരം മീനുണ്ടെന്നേ. ആണോ? ഈ കറ്റിയൊക്കെ ശരിക്കും ഒരു 1.5 കിലോ ഒക്കെ ഉള്ള സാധനം കിട്ടും. 1.5 കിലോ 5 കിലോ 6 കിലോ ഒക്കെ ഉള്ള കിട്ടും. 5 കിലോയുടെ സാധനം കിട്ടുമോ? ആണോ? നമ്മുടെ അത്രയും മുഴുപ്പൊക്കെ ഉണ്ടാവും. ആണോ? അത്രയും വലിപ്പം ഉണ്ടാവും അല്ലേ? ഒറ്റയ്ക്കാണോ വരുന്നത് ഈ തോട്ടയിൽ? അല്ലല്ല, പിന്നെ 3-4 പേരെ ഏതായാലും ഉണ്ടാവും. ആണോ? കമ്പനി ആയിട്ട് വരും. പിന്നെ കുളിക്കാറുണ്ടല്ലേ ചാച്ചാ? കുളിക്കുന്ന ഈ പുഴയിലായിരുന്നു. ഈ പുഴയിലല്ല, ചെമ്പേരിയിൽ. ചെമ്പേരി പുഴ. ഇതിന്റെ ബാക്കിയാണ് ചെമ്പേരി. ഈ പുഴയുടെ ശരിക്കും പേരെന്നാ ചാച്ചാ? ഇത് ഏരുവേശി പുഴ. ഏരുവേശി പുഴ. ചെമ്പേരി തന്നെ വരുന്ന. അതെ അതെ, ചെമ്പേരി പുഴയുടെ ഭാഗം. ചെമ്പേരി പുഴയുടെ ഭാഗം. നമ്മുടെ കാക്കനാടന്റെ ഒറോദയൊക്കെ ഏതാണ്ട് അതാണ് ചെമ്പേരി പുഴയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ചാച്ചാ മറ്റേ ഇവിടെ അലക്കാനൊക്കെയുള്ള സൗകര്യം ഇപ്പോഴും വന്ന ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഇതിപ്പം എത്ര ദൂരം കാണും ചാച്ചാ? ഏകദേശം ഒരു പരന്നൊഴുകുന്ന ചെമ്പേരിന്നോ? ചെമ്പേരി ഇവിടത്തേക്കോ 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഉണ്ടല്ലേ? അപ്പം തോട്ട ഇടുമായിരുന്നു. വല വെച്ച് പിടിക്കുമായിരുന്നു. പൊത്തുവല കൊണ്ട് രാത്രി പിടിക്കുമായിരുന്നു. ആണോ? പൊത്തുവല വെച്ച്. പൊത്തുവല എന്നാ സാധനം? പൊത്തുവല എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് പോലത്തെ സാധനം. അതിങ്ങനെ കെട്ടിയത് അതിങ്ങനെ കൊണ്ട് മെല്ലൊക്കെ മുട്ടും. അപ്പൊ അതിനകത്ത് കൊടുക്കും. വെട്ടം കണ്ടാൽ പിന്നെ പോകുകയാ. രാത്രിക്ക് വിളക്ക് കണ്ടാല് പമ്പിരിക്കും. അപ്പൊ കൂടെ ഇങ്ങനെ അങ്ങ് മുട്ടും. അങ്ങനെ എത്ര കിലോ മീൻ കിട്ടും ചാച്ചാ? അത് ഓരോ സമയത്ത് വരുന്നവർ ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വരും. ചില ദിവസം വന്നാൽ ഒന്നും കിട്ടില്ല. ചില ദിവസം അന്നേരം ഒരു ക്ഷീണം തീർത്ത് കിട്ടും. എത്ര കിലോ വീട്ടിൽ കൊണ്ടുപോകും? 10 കിലോ മീനൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ ഈ 10 കിലോ മീൻ കൊണ്ടുപോയിട്ട് എന്നാ ചെയ്യും? കുറച്ച് ഉണക്കും അല്ലേ? ഈ 10 കിലോ മീനുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മച്ചിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം. അതിനെ ചെറുമ്പിൽ കളഞ്ഞ് ചെവിളിയൊക്കെ പറത്തി കളഞ്ഞിട്ട് ഉപ്പും തിരുമ്പി മുളക് പൊടിയും ഉപ്പും കൂടി കൂട്ടി തിരുമ്പും. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഉണക്കിയിട്ട് അന്നത്തെ കാലത്ത് കുട്ടിപ്പാളയാണ്. കുട്ടിപ്പാളയിൽ വാരിയിട്ട് വെച്ചു. അതാണ് കേസ്. പാള മടക്കി കുത്തും ബാഗ് പോലെ. അതിനകത്ത് ചിരട്ട വെച്ചിട്ട് വായിക്ക് വെച്ചു. അപ്പൊ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. നിറച്ച് വെച്ചിട്ട് അതിനകത്ത് ചിരട്ട വെച്ചങ്ങ് അടച്ച തൂക്കി. ഞങ്ങളുടെ പിറകിലൊരാളെ നീന്തുന്നുണ്ട് കേട്ടോ. ചാച്ചന്റെ സായിച്ചേട്ടനാണ്. ഇതാ കുറെ നീന്തുന്നുണ്ട് ആള്. സായിച്ചേട്ടാ. അപ്പൊ ചാച്ചാ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ആയിക്കോട്ടെ. അപ്പൊ ഇത് തന്നെ ചാച്ചാ വേണ്ട ഐറ്റംസ് ഒക്കെ. ഇതിന്റെ പ്രധാനമാണ് ചാച്ചാ. ഇതിന്റെ പ്രാധാന്യം എന്താ? ഇതിന്റെ പ്രാധാന്യം ഇത് കുടിച്ചാൽ ദാഹിക്കൂല. അതാണ് അതിന്റെ പ്രധാനം. പിന്നെ ഏതോ ഒരു മാസത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട്? അത് നമ്മൾ വിത്ത് കളിക്കുന്നത് കുംഭമാസം മീനമാസം കാലത്താണ്. കുംഭമാസം മീനമാസം കാലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനാ മറ്റേ ഒരു ആരോഗ്യം നമ്മുടെ അതിനല്ല. അന്നേരം വിത്ത് കളിച്ച് തളർന്ന് ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുമ്പോഴേ വെറുതെ വെള്ളം കുടിക്കുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ മാങ്ങ എല്ലാം കൂടി ഇടിച്ച് ഒരു പാത്രത്തിലിട്ട് കലത്തിനകത്താക്കി വെല്ലവും കലക്കി 2-3 ഗ്ലാസ് ഒക്കെ അടിക്കും. അപ്പൊ കുറച്ച് നേരം ഇതാണ് സുഖ. പിന്നെയും കളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു മക്കളെ. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ ഇതെല്ലാം കൂടി ഇടിച്ച് കൂട്ടിയിട്ട് കൂടിനകത്താക്കിയിട്ട് കൊണ്ടുപോകും. കൂടൊന്നുമില്ല, പേപ്പർ വാഴയില വാട്ടിയിട്ട് പേപ്പറിനകത്ത് വെച്ച് കെട്ടി വാഴയിലേക്കകത്ത് വെച്ച് കെട്ടി പേപ്പർ കൊടുക്കും. എന്നിട്ട് വെള്ളം കൊണ്ടുപോകാൻ കൂടെ വെള്ളം കുടിക്കേണ്ട സമയമാകുമ്പോൾ പിന്നെ കലത്തിലോട്ടൊക്കെ കലക്കും.
കുടിക്കും അങ്ങോട്ട്. വിശപ്പില്ല, ദാഹമില്ല, പിന്നെ പണി തന്നെ. ഒരു ഉന്മേഷം കിട്ടും അല്ലേ ചാ? എന്നാ പിന്നെ നമുക്ക് ഈ പഴമയുടെ രുചി ഒന്ന് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ? ആയിക്കോട്ടെ. ചാച്ചാ, ഈ മാങ്ങ നമ്മുടെ സ്വന്തം മാവേന്നോ? അതെ, സ്വന്തം മാവേന്ന്, സ്വന്തമായിട്ട് പറിച്ചത്. സ്വന്തമായിട്ട് പറിക്കുന്ന സാഞ്ച നീറനോട് ഒന്നിപ്പുണ്ട് ഇവിടെ. മാങ്ങ റെഡിയായി. നമ്മുടെ ഇഞ്ചി ഒന്ന് കഴുകുന്നു. നമ്മുടെ ഇഞ്ചി ഒന്ന് കഴുകാണ്. ഇഞ്ചി നമ്മുടെ സ്വന്തം കേട്ടോ. ഇഞ്ചി നമ്മുടെ സ്വന്തം. ഇഞ്ചി കണ്ടത്തിൽ നിന്ന് ഇപ്പൊ പറിച്ചെടുത്ത ഇഞ്ചിയാണ്. പച്ചമുളക് നമ്മുടെ സ്വന്തമാണേ. പച്ചമുളക് കൃഷി ചെയ്യുന്നതാണ്. അതെ, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഉപ്പ് കഴുകാൻ വേണ്ടി പറ്റൂല അല്ലേ? ഉപ്പ് അലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് കഴുകത്തില്ല. എല്ലാം ഞങ്ങൾ കഴുകും, ഉപ്പ് മാത്രം കഴുകല. അപ്പൊ നമുക്ക് ഇന്ന് ഇടിച്ചാലോ ചാ? ഇടിച്ചേക്കാം മോനെ. പിന്നെ വേണ്ട കൂട്ടം വെച്ച് കഴിഞ്ഞാല് ഇഞ്ചി വേണം അല്ലേ ചാ? ഇഞ്ചി വേണം, പച്ചമുളക് വേണം, ഉള്ളി വേണം. ഉള്ളി അത് ചെറിയുള്ളിയാ വേണ്ടത്. ചെറിയുള്ളി വേണം. മാങ്ങ, ഉപ്പ്, പിന്നെ വെള്ളം അല്ലേ ചാ? പിന്നെ ഇതുപോലെ ഒരു ഇടിമുട്ടി ഇടിക്കാനുണ്ടെങ്കിൽ നന്നായി. അപ്പൊ നമുക്ക് ഇടിച്ചാലോ? അപ്പൊ നമുക്ക് ഇഞ്ചി ഒന്ന് ചുരണ്ട. ഞാൻ ചുരണ്ട. ചെറിയായിട്ട് ഒരു കഷ്ണം എടുക്കുക. ഒരു കുഞ്ഞു കഷ്ണം മതി അല്ലേ? ചാച്ചാ, ഇവിടെ വന്നിരിക്കുമ്പോ എന്നൊക്കെയാ തോന്നുന്നത് ശരിക്കും? ഇവിടെ വന്നിരിക്കുമ്പോ എന്നെ പോലെ തോന്നുന്നുണ്ട്. നല്ല സുഖം, നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഈ തിരക്കിയതൊക്കെ ഒഴിഞ്ഞ് അല്ലേ, ശാന്തമായി. അങ്ങനെ ഇല്ലട്ടോ. അങ്ങനെ ശാന്തമായിരിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ചില പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കണം. ഇവിടെ വന്നിങ്ങനെ ശാന്തമായിരിക്കുമ്പം അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു. വേറെ ആവശ്യമില്ലാത്ത തോന്നലൊക്കെ ഉണ്ടാവും. പേടിയുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കത്തില്ല പോലെ. നമുക്ക് ഇരിക്കുമ്പോൾ മനുഷ്യനൊക്കെ ഉള്ളിടത്ത് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിരിക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ എന്തായാലും നമ്മൾ അറിയുന്നില്ല. മറ്റു ചിന്തകളൊന്നും നമുക്ക് ആ നേരത്ത് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ തമാശയില്ല ഇതൊരു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ശരിയല്ല. അന്നത്തെ കാലത്ത് ടീച്ചർമാർ നാട്ടിൽ നിന്നൊക്കെ വന്ന് പഠിപ്പിക്കുന്നവരെ എപ്പോഴും ടീച്ചർമാർ സാറന്മാരൊന്നും ഇല്ല. അപ്പോൾ അവർ കുളിക്കാനായിട്ട് പുഴയിൽ വരും. കുളിക്കാനായിട്ട് പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ കുളിക്കാൻ വന്നു കഴിയുമ്പോൾ ഒരു പിശാച്, തുണിയൊന്നുമില്ലാതെ നൂല് ബന്ധമില്ലാതെ ഒരു പിശാച് വരുന്നു കുളിക്കുന്നവർക്ക്. ഇതിലാരെങ്കിലും ഒരു കയറി ഓടും. അപ്പോൾ അടുത്തൊരു വീട് നുറുമ്പിലെന്ന് പറഞ്ഞ വീടുണ്ട്. ഓടി വരും, അവിടെ ഒന്ന് വിളിക്കും. ഞങ്ങളൊക്കെ ഉണ്ടാവും മിക്കവാറും അവിടെ. പിശാച് അപ്പാപ്പോ എന്ന് പറഞ്ഞ് വിളിക്കും. അവർ 600 രൂപ പ്രായമുള്ള. അപ്പോൾ പണിക്കാർ ഒത്തിരി ആളുണ്ടാവേ, എല്ലാം കൂടി ഓടി ചെല്ലും. പിശാചിനെ കാണിയല്ല, ആളെ കാണിയല്ല. ഓടി ചെന്ന് ഞങ്ങളെല്ലാവരും അതിലേക്ക് നോക്കി ആളെ കാണിയല്ല. പിന്നെ അന്നത്തെ അങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ എപ്പോഴെങ്കിലും കുളിക്കാൻ പറ്റും. യാദൃശ്യമായിട്ട് ഇവർ കുളിക്കുന്നവരൊരു പിശാച്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഓടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കണ്ടവര് മനുഷ്യൻ അത്രേ ഉള്ളൂ. നൂല് ബന്ധമില്ല. അങ്ങനെ ഞങ്ങൾ ഈ പുഴയിൽ ഒരുപാട് പ്രാവശ്യം. പകലാണ്, രാത്രിയല്ല, പകല്. അതുകൊണ്ടല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹസികമായ കഥകളുള്ള പുഴയാണിത്. മാങ്ങ ഇനി ചെത്തണം അല്ലേ അച്ഛാ? മാങ്ങ ചെത്തണം. മാങ്ങ എങ്ങനെ പൂടി വെച്ചിട്ടുണ്ട്. മാങ്ങ ചെറുതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? മാങ്ങ പൊള്ളണം. അപ്പൊ ഇഞ്ചി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങ ഇങ്ങനെ നമ്മൾ ചെറിയ കഷ്ണം കൊടുക്കുക. കുഞ്ഞു കഷ്ണം മതി അല്ലേ? തൊലി കളയരുതല്ലേ അച്ഛാ? തൊലിയിലാണ് നമ്മുടെ വൈറ്റമിൻസ് ഒക്കെ. പിന്നെ പീസാക്ക്. കൈ മുറിയാതെ നോക്കണം. കൈ മുറിയാതെ നോക്കിയാൽ നാളെ ഉപയോഗിക്കാം. അതെ, ഒന്ന് വട്ടം കണ്ടിക്കണം. അങ്ങനെ പീസാക്കുക. അങ്ങനെ കൈ സൂക്ഷിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് എങ്ങനെയാ കണ്ടിക്കണേ? പച്ചമുളക് ഇതുപോലെ തന്നെ വട്ടം കണ്ടിക്കുക. പച്ചമുളക് അങ്ങോട്ട് കണ്ടിച്ചിട്ടാലോ? മതി, ഒത്തിരി എരിവാവും. ഇഞ്ചി അല്ലേ? പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് വേണ്ട ചാ? ഉപ്പ് ഇതിലെന്തിനാ? ഉപ്പ് അവസാനം അല്ലേ? ഉപ്പെല്ലാം കഴിഞ്ഞിട്ട്. ശരിക്കും ഉപ്പില്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമല്ലേ? നീ മോനെടുത്തോ. ഇടിക്കേണ്ട പ്രായമല്ലേ, ഇടിക്കാനൊക്കെ തോന്നും. ഇടിച്ചോടോ. അപ്പൊ ഇടിക്കുമ്പോ സൂക്ഷിക്കണം. കണ്ടി തെറിക്കില്ലേ അല്ലേ? അതെ, പുള്ളിക്കാർ വന്നിരിക്കുന്നു. മതി. ഇനിയിപ്പോ നമ്മള് ഗ്ലാസ്സിലോട്ട് ഇടുന്നു. ഗ്ലാസ്സിലോട്ട് ഇടുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഗ്ലാസ്സിലോട്ട് മാങ്ങ, ഇഞ്ചി, ഉള്ളി, മുളക് എല്ലാം കൂടി കൂട്ടി ചതച്ചതാണ്. ഇത് ഗ്ലാസ്സിലോട്ട് ഇടുന്നു. ഉപ്പിടുന്നു. പിന്നെ വെള്ളം ഒഴിക്കുന്നു.
ഇച്ചിരി ഉപ്പ്. പിന്നെ ഇവനെ ഒന്ന് തട്ടി പൊട്ടിച്ച് നമുക്ക് വെള്ളം. ഇപ്പം പുഴയിലെ വെള്ളം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമല്ല. നമ്മളെ വെള്ളം ഉണ്ടല്ലോ, ഒരു മിനറൽ വാട്ടർ എടുത്തിട്ടുണ്ടല്ലേ? പണ്ടത്തെ പുഴയല്ല ഇപ്പത്തെ പുഴ. അല്ല ഇപ്പോഴത്തെ പുഴ പിന്നെ നല്ലത്, പണ്ടത്തെ പുഴ ഒട്ടും കൂടെ കളഞ്ഞു. ഇതുകൊണ്ടൊക്കെ അല്ലേ? അല്ല ഇതുകൊണ്ടല്ല, ബാത്റൂം ഇല്ലല്ലോ ഒന്ന്. അന്നത്തെ പുഴയിലെ ബാത്റൂം കൂസി പോകലെല്ലാം പുഴയിലെ പോനെ. നന്നായിട്ടൊന്ന് ഇവനെ ഒന്ന് അടിക്കുക. നെല്ല് കിട്ടാൻ നല്ലതാണ്, പക്ഷേ ഇടാതിൻ്റെ കാരണം ഇതാണ്, ഷുഗർ ഉള്ളത് കൊണ്ട് അത് ഇട്ട് കാണിക്കുന്നില്ല. ആവശ്യക്കാർക്ക് ഇട്ട് കുടിക്കാൻ നല്ലതാണ്. ഇനി കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നാളെ ഉണ്ടാക്കി കുടിക്കാൻ നേരത്തെ ഓർക്കണം തന്നെ. അതെ അതെ അതെ. അപ്പോൾ ഇതിനകത്ത് നല്ല മറ്റേ ചുവന്നുള്ളിയുണ്ട്, മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. കുടിച്ചോട്ടെ ധൈര്യമായിട്ട് കുടിക്കുക. ഒരു രക്ഷയില്ല. പിന്നെ ആള് വിഷമല്ലോ. ഓ അടിപൊളി. അവനെ കുടിച്ചെന്ന് അറിയും. അതെ, സൂപ്പറായിട്ടുണ്ട്. വിശപ്പിനും ദാഹത്തിനും എല്ലാം പറ്റുന്ന സാധനമാണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്. വൈറ്റമിൻ സി ഒക്കെ മാങ്ങിയ ധാരാളം ഉണ്ട്. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചി ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു സിദ്ധൌഷധമാണ് ഇഞ്ചി. അടിപൊളിയായിരിക്കുന്നു. തകർത്തു. അപ്പോ ഈ പുഴയോടൊത്തുള്ള ഇന്നത്തെ നമ്മുടെ പാചകം അല്ലേ അച്ഛാ? അതെ പാചകവും ഇതൊന്ന് കഴിച്ചു നോക്കുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ചാച്ചാ നമസ്കാരം.